ദ തേഴ്സ്ഡേ മർഡർ ക്ലബ് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഒരു പുതിയ ഇംഗ്ലീഷ് ക്രൈം കോമഡി ത്രില്ലർ സിനിമയാണ്. ക്രിസ് കൊളംബസ് സംവിധാനം ചെയ്ത് ഹെലൻ മിറൻ, പിയേഴ്സ് ബ്രോസ്നൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയെ കുറിച്ചാണ് ഇന്ന്. തേഴ്സ്ഡേ മർഡർ ക്ലബ്ബ് ഈ പ്രായമായ ആൾക്കാർ, അതായത് ആയ കാലത്ത് നല്ല പവർഫുൾ ആയിട്ടുള്ള പൊസിഷനുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പിന്നെ റിട്ടയർഡ് ആയ കുറച്ച് ആൾക്കാരാണ്. കുറച്ച് പേരെന്ന് വെച്ചാൽ ഒരു 3 പേരാണ്. അവർ പിന്നെ 4 അംഗങ്ങളായിട്ട് മാറുന്നു. അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു മർഡർ കേസ് അന്വേഷിക്കാൻ ഇറങ്ങുന്നതാണ് ഈ സിനിമ പറയുന്നത്. സത്യത്തിൽ കുറെ ദിവസമായി നെറ്റ്ഫ്ലിക്സിൽ ഈ പടം കിടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെന്നൊക്കെ മനസ്സിലായി. പക്ഷെ എന്തോ അങ്ങോട്ട് പടം കാണാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. പിന്നെ ഇന്നലെ വേറൊന്നും കാണാനില്ലായിരുന്നപ്പം വൈകിട്ട് ചുമ്മാ വെച്ച് നോക്കിയതാണ്. ആദ്യം കുറച്ച് പാടാണ് കണ്ടിരിക്കാനായിട്ട്. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ആയതുകൊണ്ട് പയ്യെ ഒരു താല്പര്യം അങ്ങ് തോന്നി തുടങ്ങി. അങ്ങനെ അങ്ങ് കണ്ടു തീർക്കുകയായിരുന്നു. പടം സ്ലോ ആണ്, പക്ഷെ അത്യാവശ്യം എൻഗേജിംഗും ആണ്. റിച്ചാർഡ് ഓസ്മൻ എഴുതിയ 2020 ഇതേ പേരിലുള്ള നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ സിനിമ. വൃദ്ധർ അല്ലെങ്കിൽ വയോധികർ കേസ് അന്വേഷിക്കുന്നു എന്നത് തന്നെയാണ് പടത്തിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ. ഇവരുടെ ക്യാരക്ടർ ഡൈനാമിക്സ് നല്ലതാണ്. അതായത് ഇവര് ഒരുമിച്ച് ചേരുന്നതും ഇവരുടെ ആ ഒരു കണക്ഷൻ, ആ ഒരു ബോണ്ടിങ് ഒക്കെ രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. അതുപോലെ ചെറിയ ചില കോമഡി ഒക്കെ പടം മൂവ് ചെയ്യുന്നതിനനുസരിച്ച് വരുന്നുണ്ട്. അതൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ നല്ലൊരു കാസ്റ്റ് പടത്തിലുണ്ട്. ക്ലബിൽ ആകെയുള്ളത് 4 പേരാണ്. അതിൽ പ്രധാനപ്പെട്ടത് എലിസബത്ത് എന്ന കഥാപാത്രമാണ്. അത് ചെയ്തിരിക്കുന്നത് ഹെലൻ മിറാൻ ആണ്. അതുപോലെ നമ്മുടെ പഴയ ജെയിംസ് ബോണ്ട് പിയേഴ്സ് ബ്രോസ്നൻ ആണ് മറ്റൊരു പ്രധാന വേഷത്തിൽ വരുന്നത്. ക്ലബിലെ അടുത്ത മെമ്പറായിട്ട് വരുന്നത് ബെൻ കിങ്സ്ലി ആണ്. പിന്നെ സീലിയ ഇംബ്രി. ഈ 4 പേരാണ് റിട്ടയർഡ് ക്ലബ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. 4 പേര് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ എല്ലാവരുടെയും ഓക്കെ ആയിരുന്നു. ക്യാമറ, എഡിറ്റിംഗ്, മ്യൂസിക്, പ്രൊഡക്ഷൻ വർക്ക് ഒക്കെ ഡീസന്റ് ആണ്. എന്നാൽ എടുത്ത് പറയത്തക്കതായിട്ട് ഒന്നുമില്ല. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് തന്നെയാണ് പടത്തിന് നെഗറ്റീവായിട്ട് പറയാനുള്ളത്. അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള കേസ് അന്വേഷണം ഒന്നുമല്ല. വളരെ പ്രെഡിക്റ്റബിൾ ആണ്. നമ്മൾ വിചാരിച്ച വഴി തന്നെയാണ് പടം ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നത്. അങ്ങനെ ഗ്രിപ്പിങ്ങും അല്ല, ഇന്റൻസ് അല്ല, അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു റിവീലോ സസ്പെൻസോ അതൊന്നും പടത്തിലില്ല. ഞാൻ പറഞ്ഞില്ലേ, കൊലയാളി ആരാണെന്നുള്ളതൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഊഹിക്കാൻ പറ്റും. പക്ഷെ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഒരു പ്രത്യേകത കൊണ്ട് പടം കാണാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നതാണ്. സോ മൊത്തത്തിൽ ഒരു മോശം പടമൊന്നുമല്ല, എന്നാൽ മികച്ചതുമല്ല. ഒരു ആവറേജ് ഓക്കേഷ് ത്രില്ലർ ആണ് തേഴ്സ്ഡേ മർഡർ ക്ലബ്. വേറെ ഒന്നും കാണാനില്ലെങ്കിൽ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന സിനിമയാണ്. പടം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ആണ് ഒറിജിനൽ ലാംഗ്വേജ്. ഹിന്ദി, തമിഴ് ഡബിങ്ങും അവൈലബിൾ ആണ്. 1 മണിക്കൂർ 58 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.